ഹലോ ഹലോ ഹലോ. ഒന്നും ഒരു മെനയാവുന്നില്ലല്ലോ സജി അങ്ങ്. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. എനിക്കറിയില്ല എല്ലാവരുടെയും സ്ഥലത്ത് ഇതിങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇനി പറയുന്നത് ഇലയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അരിമാവിൽ കുഴച്ചിട്ട് അത് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഴമോ അല്ലെങ്കിൽ ശർക്കര, തേങ്ങ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് മറ്റേ വറുത്ത അരിപ്പൊടി, പിന്നെ വെള്ളം വേണം, പിന്നെ ശർക്കര വേണം, ഉപ്പ് വേണം, പിന്നെ പഴം വേണം, തേങ്ങയുണ്ട്, പിന്നെ ഏലക്കാപ്പൊടി, ഉപ്പ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വാഴ ഇലയിലാണ്. അപ്പം വാഴ ഇലയും വേണം. എന്നിട്ട് അതിലേക്ക് ഇനി ഉപ്പിടണം. അരിപ്പൊടി നമ്മളിട്ടു, നമ്മൾ മാവെടുത്തു, അതിലേക്ക് നമ്മൾ ഉപ്പിട്ടു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കില്ലേ, പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. നമ്മൾ പഴം നമുക്ക് പൊളിച്ചെടുത്തിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പം കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ പഴം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടണം, പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ തേങ്ങ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പം ഈ അരിഞ്ഞു വെച്ച ബനാനയിലേക്ക് തേങ്ങ ഇട്ടു, പഞ്ചസാര ഇട്ടു, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് നന്നായിട്ട് തിന്നായിട്ട് പരത്തുന്നുണ്ട്. ഒത്തിരി കട്ടിയിൽ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും, കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പം ഫുള്ള് ഇത് മാവ് തന്നെ കഴിക്കുന്നത് നമുക്ക് ഫീൽ വരും. അപ്പം തിന്നായിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം നന്നായിട്ട് പരത്തുക. ഇതിലേക്ക് പയ്യെ നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സൈഡ് വെച്ച് മറ്റേ സൈഡിലേക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആവി കയറാനായിട്ട് വേവാനായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെക്കണം. നമ്മൾ ഇതിനി നമ്മുടെ ഈ പാത്രത്തിലേക്ക് എടുത്തെടുത്ത് ആവി കയറുന്ന പാത്രത്തിലേക്ക് എടുത്തെടുത്ത് വെക്കുക. എൻ്റെ ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ ആദ്യം മൂന്നെണ്ണം വീതമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വെക്കാം. ഇതിനി തിരിച്ചും മറിച്ചും നമുക്ക് വെക്കേണ്ടി വരും. നമുക്ക് മൂടി വെച്ചിട്ട് ഇനി വേവുന്നോടം വരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചൂടായിട്ടുള്ള ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ചൂടായിട്ടുള്ള ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 4 മണി കാപ്പിയുടെ കൂടെയോ അല്ലെങ്കിൽ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.